ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം. 1 തിമോത്തിയോസ് 1 അതിൻ്റെ 15-ാം വാക്യം. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുകയാണ്, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. പൗലോസ്ലീഹയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരുപാട് യോഗ്യതകളുണ്ട്. അദ്ദേഹം ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, പഠനം സംഭവിച്ച ന്യായപ്രമാണമൊക്കെ പഠിച്ചത് ഗമാലിയൽ, അതിപ്രശസ്ത ഗുരുവായ ഗമാലിയലിൻ്റെ കാൽക്കലിരുന്നാണ് വേദങ്ങൾ പഠിച്ചത്, ന്യായപ്രമാണങ്ങളൊക്കെ പഠിച്ചത്. അതുപോലെ വലിയൊരു അധികാരപത്രം കയ്യിലുണ്ട്. അതായത് ക്രിസ്ത്യാനികളെ ദ്രോഹിക്കാനും പീഡിപ്പിക്കാനും അവരെ കൊല്ലുവാൻ പോലും അധികാരപത്രം കയ്യിലുള്ള ഒരാൾ. അങ്ങനെ ജൈത്ര യാത്ര നടത്തുന്ന പൗലോസ്, പണ്ട് ശൗലായിരുന്നു. ആ ശൗല് ഇങ്ങനെ പോകുമ്പോൾ, ഈ ശൗലാണ് സ്തെഫാനോസിനെ എല്ലാവരും കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ വസ്ത്രം പിടിച്ചുകൊണ്ടിരുന്ന ആ ബാല്യക്കാരൻ എന്ന് പറഞ്ഞ ശൗൽ ഈ പൗലോസാണ്. ഈ പൗലോസ് അവിടെ ഈ 1 തിമോത്തിയോസ് 1-ന്റെ 12 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. മുമ്പേ ഞാൻ ദുഷ്ടനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു. ഞാൻ സഭയെ ദ്രോഹിച്ചവനാണ്, ക്രിസ്തുവിനെ ദ്രോഹിച്ചവനാണ്, ക്രിസ്തീയമായ വിശ്വാസമുള്ള എല്ലാവരെയും ദ്രോഹിച്ചവനാണ്. ആ മതം സ്വീകരിച്ച് ഏവരെയും ദ്രോഹിച്ച് കൊല്ലുവാൻ പോലും അധികാരം കയ്യിലുള്ള ഒരു മനുഷ്യനാണ്. എന്നാൽ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ യേശുമ്പുരാനെ കണ്ട മാത്രയിൽ ഒരു പുതിയ മനുഷ്യനായി തീരുകയാണ്, ക്രിസ്തുവിൽ സ്വതന്ത്രനായി തീരുകയാണ്. എന്നിട്ട് പൗലോസ്ലീഹ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം വരെ വഹിച്ചു. ആ പൗലോസ്ലീഹയാണ് പറയുന്നത്, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. പലപ്പോഴും പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഞാൻ നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെങ്കിൽ എൻ്റെ മനസ്സിലുള്ള തിന്മയാണ് ഞാൻ പലപ്പോഴും ചെയ്യുന്നത്. ഈ തിന്മ ചെയ്യുന്ന ഒരു അനുഭവം ഈ പൗലോസ്ലീഹ ക്രിസ്ത്യാനികളെയൊക്കെ പീഡിപ്പിച്ച് ഒക്കെ ഇങ്ങനെ ഒരുപാട് യഹൂദന്മാർക്ക് ഭയങ്കര സന്തോഷമാകുന്നു. അങ്ങനെ ജൈത്രയാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈശോമ്പുരാനെ കാണുന്നത്. അവിടെ പറയുകയാണ്, ഞാൻ ഇന്നായിരിക്കുന്ന ദൈവകൃപയാലാണ്. ദൈവം കർത്താവ് അവനോട് കരുണ കാണിച്ചു. ഞാൻ ആ പാപിയിൽ ഒന്നാമനായിരുന്നു, ഞാൻ നിഷ്ഠൂരനായിരുന്നു, ഞാൻ കൊലപാതകയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ പാപിയായിരുന്നു. എന്നാൽ ഞാൻ ഇന്നായിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. പ്രിയമുള്ളവരെ, ബലഹീനനായ എന്നെ സംബന്ധിച്ചായാലും ശരി, ഞാൻ പൗലോസ്ലീഹയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ എത്രയോ താഴെയാണ്. ആ പാപങ്ങളെ സംബന്ധിച്ച് ഏറ്റവും മുകളിലാണ് ഞാൻ. ഒന്നാമൻ പറഞ്ഞ ഒരുപാട് പാപം ചെയ്ത ഒരു മനുഷ്യൻ. സഭയെ ദ്രോഹിച്ചിട്ടുണ്ടാകാം, ഇടവജനങ്ങളുടെ കുറ്റങ്ങളൊക്കെ പറഞ്ഞു നടന്നുണ്ടാകാം, വീട്ടുകാരുമായിട്ട് കലഹിച്ചിട്ടുണ്ടാകാം, അയൽവക്കാരുമായിട്ട് ശണ്ട കൂടിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് ആ പാപികളിൽ ഒന്നാമനാണ്. എന്നാലും ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. കാരണം മരണത്തെ മുഖാമുഖം കണ്ട ഒരു സമയം, അവിടെ ദൈവം ഇടപെട്ട് ദൈവത്തിൻ്റെ കണ്ണുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത്. അതായത് പലരുടെയും കരുണയാണ് ഇന്ന് ഞാനിവിടെ ജീവിച്ചിരിക്കുവാൻ കാരണമാകുന്നത്. ജൂലൈ 16-ാം തീയതി അവർ വലിയൊരു അപകടത്തിൽ ഞാൻ മരിച്ചു വരുന്നു. എന്നാൽ നവംബർ 16 ആയപ്പോഴത്തേന് ദൈവം തമ്പുരാൻ എന്നെ എഴുന്നേൽപ്പിച്ച് നടക്കുവാൻ തക്കവണ്ണം എൻ്റെ കൈകൾക്ക് ബലം, എൻ്റെ കാലുകൾക്ക് ശക്തി, സ്വന്തം വാഹനം ഓടിച്ചുകൊണ്ട് പോയി പരിശുദ്ധ ദേവാലയത്തിൽ ചെന്ന് ആരാധന സംബന്ധിക്കുവാനും കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുവാനും ഒക്കെ ദൈവം എന്നോട് കരുണ കാണിച്ചു. അപ്പോൾ ഇന്ന് ഞാനിവിടെ ആയിരിക്കുന്നത് പലരുടെയും കരുണ കൊണ്ടാണ്, ദൈവം കൊണ്ടാണ്. അത് ആ അപകടത്തിൽപ്പെട്ട് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടു പോയപ്പോൾ സന്തോഷം എന്ന ഒരു ദൈവം അയച്ച ഒരു മനുഷ്യൻ്റെ ആ നല്ല മനസ്സ്, അദ്ദേഹത്തിൻ്റെ കരുണയാണ്. അദ്ദേഹമാണ് എന്നെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. അത് കഴിഞ്ഞ് എന്നെ ചികിത്സ ഡോക്ടർമാർ, അത് കഴിഞ്ഞ് എന്നെ പരിചരിച്ച ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ അയൽവക്കക്കാർ, എൻ്റെ സ്നേഹിതർ, എൻ്റെ ബന്ധുമിത്രാദികൾ, എൻ്റെ ഇടവക ജനങ്ങൾ, സുവിശേഷ സംഘ പ്രവർത്തകർ, ആധ്യാത്മിക സംഘടന എല്ലാവരും, എൻ്റെ പ്രാർത്ഥനാ കൂട്ടം, അതുപോലെ എൻ്റെ വൈദിക ശ്രേഷ്ഠർ, എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വൈദിക ശ്രേഷ്ഠർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച വൈദിക ശ്രേഷ്ഠർ, സഹോദര സഭയിലെ വൈദിക ശ്രേഷ്ഠർ, എൻ്റെ പരിചയത്തിലും ബന്ധത്തിലുമുള്ള പാസ്റ്റർമാർ, എൻ്റെ സഹോദര സഭയിലെ സഹോദരങ്ങൾ, എല്ലാവരുടെയും കരുണ കൊണ്ട് ആണ്. ഏറ്റവും ഒടുവിൽ പറയുകയാണ്, ഞാൻ പറയുന്നു, ആ പാപിയിൽ ഞാൻ ഒന്നാമനാണ്. എന്നിട്ടും ഞാനിവിടെ ആയിരിക്കുന്നത്, ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്, ദൈവത്തെ പോയി ആരാധിക്കുവാൻ
തക്കവണ്ണം എന്നെ ആക്കിയത് ഇങ്ങനെ എൻ്റെ ചുറ്റുപാടുമുള്ള ബന്ധുക്കാരുടെ, ഞാൻ പറഞ്ഞ എല്ലാ ആൾക്കാരുടെയും കരുണയാണ്, സ്നേഹമാണ്. അതിൽ ഏറ്റവും വലുതായിട്ടെന്ന് പറയുന്നത് എൻ്റെ ജീവനുള്ള ദൈവത്തിൻ്റെ കരുണയാണ്. എന്നെ കൈ പിടിച്ച് ഏൽപ്പിച്ച് എൻ്റെ നരിയാളുകൾക്ക് ബലം തന്നെ നടത്തിച്ച എൻ്റെ ദൈവം, ആ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ആ ദൈവം നമ്മുടെ ഏത് പ്രയാസങ്ങളും ദുഃഖങ്ങളും, നമ്മുടെ പാപം രക്താംബരം പോലെ കടും ചുവപ്പായിരുന്നാലും ശരി, ഹിമം പോലെ വിളിപ്പിക്കുന്ന ഒരു ദൈവം എൻ്റെ ജീവിതത്തിൽ അതാണ്. ഞാൻ പാപിയാണ്, ഞാൻ ഒരുപാട് തെറ്റുകൾ കുറ്റങ്ങളൊക്കെ മാനുഷികമായ ബലഹീനതകളൊക്കെ എന്നിലുണ്ട്. എങ്കിലും ഞാൻ എൻ്റെ മരണത്തിൽ നിന്ന് എന്നെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചത്, ആ മരണത്തെ മുഖാവും കണ്ടപ്പോഴും അവിടെ ദൈവം എന്നിൽ വന്ന് പ്രവർത്തിച്ചു. ദൈവത്തെ ഞാൻ കണ്ടു. ആ ദൈവത്തിന് ആയിരം നന്ദികൾ, ആയിരമായ സ്തോത്രം അർപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മെ പരിശുദ്ധ നടപ്പുകളിലൂടെ നടക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധം സഹായിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.